പാലക്കാട് കല്ലടിക്കോട് വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. കോണിക്കഴിയിൽ അജ്ഞാത ജീവി 12 കോഴികളെയാണ് കൊന്നത്. ഒരു മാസത്തിനിടെ മാത്രം 100-ലധികം കോഴികളെ ഈ അജ്ഞാത ജീവി കൊന്നെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി 1:10 സൗണ്ട് കേട്ടു. വേഗം നീറ്റ് വന്നു, ഓടി വന്നു നോക്കുമ്പോൾ കൂട്ടിൻ്റെ ഉള്ളിൽ ചത്ത് കിടക്കുന്ന സീനാണ്. പിന്നെ ബാക്കിയുള്ള 3 കോഴി അങ്ങോട്ട് പാഞ്ഞു. അതിൻ്റെ പിന്നാലെ ഈ സാധനം പോകുന്നുണ്ട്. അത് ഈ സാധനം ഒന്നാമത് ലൈറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ സാധനം എന്താണെന്ന് കാണാൻ പറ്റിയില്ല. ഞാൻ സാധനത്തിനെ കണ്ടു. കോഴിയെ അവിടുന്ന് ആട്ടി ഒന്ന് പുറത്തേക്ക് ചാടി വന്നു. അപ്പൊ അതിന്റെ പിന്നാലെ ഈ സാധനം ഇവിടുന്ന വന്നത്. ഒരു വെള്ള സാധനം ഇവിടുന്ന് കണ്ടിയാന് അവിടെ വന്നു. ഞാൻ അവിടുന്ന് കല്ലെടുത്തിട്ട് വന്ന് ഇങ്ങനെ തന്നെ തിരിഞ്ഞു മൂടി. എത്ര ആയിട്ടുള്ളൂ, ഒരു ചോര കളർ വെള്ള സാധനം. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഒരു വീട്ടിൽ 12 കോഴികളെ കൊല്ലുക, ഒരു മാസത്തിനിടെ ഒരു പ്രദേശത്ത് 100-ലധികം കോഴികൾ കൊല്ലപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരുടെ സംശയം എന്താണ്? ഈ അജ്ഞാത ജീവി എന്ന് പറയുമ്പോഴും അവരുടെ സംശയം എന്താണ്? അവർക്ക് ഏത് ജീവിയാണിതെന്ന് പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം 12 കോഴികളെയാണ് ഇങ്ങനെ ഒരു ജീവി പിടിച്ചു കൊന്നത്. അത് ലൈറ്റ് ഇടുമ്പോഴേക്കൊക്കെ ആ ജീവി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കിടെ ഏകദേശം 100 കോഴികളെ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഈ കല്ലടിക്കോട് ഇങ്ങനെ ഈ ഒരു ജീവി കൊല്ലുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏതെങ്കിലും കുറുക്കനോ അങ്ങനെ എന്തെങ്കിലും ജീവിയോ ആയിരിക്കണം, അതല്ലെങ്കിൽ പുലിയായിരിക്കണം, അങ്ങനെയുള്ള പല സംശയങ്ങളാണ് നാട്ടുകാർക്കുള്ളത്. പക്ഷേ ഇത് ഏത് ജീവിയാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും അവർക്ക് കഴിഞ്ഞിട്ടില്ല. കോണിക്കഴി ചോലക്കുണ്ടിൽ രാജൻ, വാർഡ് മെമ്പർ ഗിരിജ, പ്രദേശവാസിയായ ബിന്ദു എന്നിവരുടെ 12 കോഴികളെയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ അജ്ഞാത ജീവി കൊന്നത്. ഏതാണ് ജീവി എന്നുള്ളത് മനസ്സിലായിട്ടില്ല. നാട്ടുകാർ അതിനെ കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം വലിയ രീതിയിൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഏകദേശം 100-ലധികം കോഴികളെ ഈ ജീവി കൊന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. കല്ലടിക്കോടാണ് സംഭവം. ഒരു പ്രദേശത്ത് ഒരു മാസത്തിനിടെ 100-ലധികം കോഴികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. പക്ഷേ അതെന്ത് ജീവിയാണെന്ന് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുമില്ല.